പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ചായിരിക്കാൻ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സാധാരണ നമ്മൾ സാറ്റർഡേയിൽ നമ്മുടെ ചാപ്പൽ സർവീസാണ് നടക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സാറ്റർഡേയിൽ നമുക്ക് ബൈബിൾ ക്ലാസ്സായി നടത്തുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ PG മാത്യൂസ് താൻ ക്ലാസ് തുടങ്ങുമ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് കണ്ണിൻ്റെ. അപ്പോൾ കുറച്ച് ദിവസം എനിക്കൊരു റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ കുഴപ്പമില്ല, ക്ലാസ് തുടങ്ങട്ടെ നമുക്ക്. അപ്പോൾ 2 ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ജോർജ് വർഗീസ് പാസ്റ്ററുമായിട്ട് ബന്ധപ്പെടുവാനും അദ്ദേഹം പഠിപ്പിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സ്വീകരിച്ച് നമ്മുടെ ഇൻവിറ്റേഷൻ വളരെ മനോഹരമായി ക്രിസ്റ്റോളജി പഠിപ്പിക്കുവാൻ ദൈവം തന്നെ ഒരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും PG മാത്യു സാർ തിരിച്ച് എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എങ്ങനെയാണ് ജോർജ് സാറിനെ നമ്മൾ മിസ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. എന്നാൽ താൻ വളരെ മനോഹരമായി ക്ലാസ് എടുക്കുന്ന സയൻസ് ഇൻ ദ ബൈബിൾ ഞാനത് താൻ എടുത്തതായിട്ട് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അത് ക്ലാസ്സുകൾ ഒന്ന് കേൾക്കണമെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് ഇന്നലെ അങ്ങനെ ആവശ്യപ്പെട്ടു. സാറ്റർഡേയിൽ സയൻസും ബൈബിളും, ശാസ്ത്രവും ബൈബിളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്താൽ അത് അനുഗ്രഹമായി തീരും എന്ന് പറഞ്ഞു. അദ്ദേഹം അതിന് സമ്മതിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവവചനം വളരെ പഠിക്കുവാൻ താല്പര്യത്തോടെ കടന്നു വരുന്നല്ലോ. നമ്മുടെ യൂട്യൂബിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന നല്ലൊരു പങ്ക് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഈ ദൈവദാസന്മാരുടെയൊക്കെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ അവരൊക്കെ കാണിക്കുന്ന നല്ല സന്മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു. താൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണ്ട, ഈ ക്ലാസ് ഈ വിഷയം തീരുന്നിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സാറ്റർഡേയിൽ എൻ്റെ ക്ലാസ്സുകൾ കാണും. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ആ സയൻസ് ഇൻ ദ ബൈബിൾ എന്നുള്ള വിഷയം തുടങ്ങുകയാണ്. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജോർജ് വർഗീസ്, പ്ലീസ്. താങ്ക് യു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലു ജേക്കബ്, അതുപോലെ ഇന്ന് ഇവിടെ അണിനിരന്നിരിക്കുന്ന പല രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്റ്റേഴ്സ്, ലീഡേഴ്സ്, എൽഡേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ്, സെക്യുലറായിട്ട് ജോലി ചെയ്യുന്നവർ, പൂർണ്ണസമയം ദൈവവേല ചെയ്യുന്നവർ, വചനം പഠിക്കാൻ താല്പര്യത്തോടെ കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് നിങ്ങൾ ഒരിക്കലും വേറെ ഒരു ക്ലാസ്സിലും കേൾക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അങ്ങനെയാണ് ഞാനിവിടെ വർക്ക് ചെയ്തത്. അത് PSC പരീക്ഷ എഴുതുന്നവർക്കും നേഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും മെഡിക്കൽ, സെക്യുലർ, സുവോളജി, ബയോളജി, അങ്ങനെ ശാസ്ത്ര സംബന്ധമായിരിക്കുന്ന എക്കോളജി, ജിയോഗ്രഫി, ജിയോളജി, ആസ്ട്രോണമി, കോസ്മോളജി, ജെനറ്റിക്സ്, മെഡിക്കൽ സയൻസ്, എൻ്റെ ഒരു ടോപ്പിക്ക് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതെല്ലാം ഈ വേദപുസ്തകത്തിൻ്റെ അകത്തെ വിവിധ വിഷയങ്ങളുണ്ട്. പക്ഷെ നമ്മൾക്ക് അറിയത്തില്ല ഏതാണെന്ന്. എന്നാൽ അത് നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങളൊരു അല്പം കൂടെ വേദപുസ്തകം മാറോട് ചേർത്ത് അത് വയ്ക്കുവാനും, അതുമാത്രമല്ല ഇത് വെട്ടിത്തിരുത്തി എഴുതിയതാണെന്നും ഇതാരോ പലയിടത്തിരുന്ന് എഴുതിയതാണെന്നും വ്യാജമാണെന്നും പറയുന്ന ആളുകളോട് ചുട്ട മറുപടി നിങ്ങൾ കുരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കുവാൻ ഇന്നത്തെ ഈ ദ സയൻറ്റിഫിക് ട്രോസ് ഓഫ് ദ ബൈബിൾ, വേദപുസ്തകത്തിലെ ശാസ്ത്രീയ സത്യങ്ങൾ കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈകളിലിരിക്കുന്ന ഓരോ ഡിവൈസും വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. ഓരോ സംഭവങ്ങളും, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാസ്ത്രീയ സത്യങ്ങൾ, വിവിധ ശാസ്ത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും പ്രധാനമായി ഞാനൊരു ശാസ്ത്രജ്ഞനെ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ ശാസ്ത്രജ്ഞന്മാരിൽ 80% ആളുകളും ബൈബിള് വിശ്വസിക്കുന്നവരും ബോൺ അഗെയിനായിട്ടുള്ള അനുഭവമുള്ളവരുമാണ്. ക്രിസ്ത്യാനികളാണ് പലരും, എന്നാൽ യഹൂദന്മാരുമുണ്ട്. നോബൽ സമ്മാനം കിട്ടിയ ഏറിയ പങ്കാളുകളും യഹൂദന്മാരായിരുന്നു.
അതുപോലൊരു യഹൂദനെയാണ് ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. ചെറിയ ക്ലാസ് മുതലേ അറിയാം. ആറ്റം ബോംബിൻ്റെ സൂത്രവാക്യം E=mc² എന്ന് പറയുന്നതായിരിക്കുന്ന ആ തത്വം കണ്ടുപിടിച്ച മഹാനാണ്. ശാസ്ത്രം അടുത്ത കാലത്ത് കണ്ടുപിടിച്ച സത്യങ്ങൾ ബൈബിളിൽ മുന്നമേ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പറയപ്പെട്ടതായിരിക്കുന്ന ബൈബിൾ നിസ്തുലമാണ്, ഒരിക്കലും മാറ്റമില്ലാത്തതാണ്, വിലയേറിയതാണ് എന്ന് നമുക്ക് പറയുവാൻ നമുക്ക് കഴിയും. അടുത്തത്, ഈ ഐൻസ്റ്റൈൻ പറഞ്ഞൊരു വാചകം, മതമില്ലാത്ത ശാസ്ത്രം മുടന്തനാണ്, ശാസ്ത്രമില്ലാത്ത മതം അന്ധനുമാണ്. ഒരു നല്ല കോട്ടാണ്. സയൻസ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ലെയിം, റിലീജിയൻ വിത്തൗട്ട് സയൻസ് ഈസ് ബ്ലൈൻഡ്. അപ്പോൾ നമ്മുടെ ഈ പറയപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം, വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശാസ്ത്രീയമായി ഇന്നുവരെ തെളിയിക്കപ്പെട്ടതെല്ലാം 100% സത്യം ആണെന്ന് തെളിയിക്കുന്നു. 1905 സ്പെഷ്യൽ റിലേറ്റിവിറ്റി ഈ പറയപ്പെട്ട ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരു ഫിസിക്സിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു, അതുപോലെ റിസർച്ചറായിരുന്നു, നോബൽ പ്രൈസ് വിന്നറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. താൻ ഒരു യഹൂദ മതക്കാരനായിരുന്നു. പക്ഷേ താൻ യഹൂദനായി പറഞ്ഞതുകൊണ്ട് തൻ്റെ സ്വന്തം സ്ഥലമായ ജർമ്മനിയിൽ നിന്ന് 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പേ തന്നെ ഹിറ്റ്ലർ തന്നെ നാടുകടത്തി ഇംഗ്ലണ്ടിൽ വന്നൊരു പ്രൊഫസറായിട്ട് തീർന്നു. അദ്ദേഹം താമസിച്ചു. അവിടുത്തെ പൗരത്വവും മറ്റു കാര്യങ്ങളൊക്കെ അവർ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ചാരന്മാർ ധാരാളം ഉണ്ടായിരുന്നു. തന്നെ കൊല്ലുവാൻ താമസിച്ച വീടും പരിസരങ്ങളിലും ചാരന്മാരധികം ഉണ്ടായിരുന്നുകൊണ്ട് പ്രാണഭയാർത്ഥം അദ്ദേഹം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ കടന്നു വന്ന് തൻ്റെ അവസാനം ന്യൂജേഴ്സിയിലുള്ള പ്രിൻസ്റ്റൺ എന്ന് പറയുന്ന ഒരാശുപത്രിയിലായിരുന്നു തൻ്റെ അന്ത്യ നാളുകൾ. അമേരിക്കയിൽ വന്നതുകൊണ്ടാണ് അമേരിക്ക അന്ന് 2ാം ലോകമഹായുദ്ധത്തിൽ ആറ്റം ബോംബിൻ്റെ കാര്യങ്ങൾ, സൂത്രവാക്യങ്ങളും മറ്റും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആറ്റം ബോംബിൻ്റെ മൻഹാട്ടൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൽ ഈ ഐൻസ്റ്റൈനെ അമേരിക്കൻ പ്രസിഡന്റ് പ്രധാനപ്പെട്ട വ്യക്തിയാക്കി തീർക്കുകയും 2ാം ലോകമഹായുദ്ധത്തിൽ ഓഗസ്റ്റ് മാസം 5-ാം തീയതിയും 9-ാം തീയതിയും 2 സ്ഥലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് ആദ്യമായിട്ട് പ്രപഞ്ചത്തിൽ ആറ്റം ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുവാൻ ഇടയായിത്തീർന്ന മഹാനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കഴിയും. ഇനിയും ഈ വേദപുസ്തകത്തെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ മാറോട് അണയ്ക്കുകയും ചെയ്ത ചില ആ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയൊക്കെ നിങ്ങൾക്കറിയാം. അവർ കണ്ടുപിടിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഞാനവിടെ മനഃപൂർവ്വം എഴുതാതിരുന്നതാണ്. കാരണം നിങ്ങളുടെയും ഭാഗത്ത് ഒരു റെസ്പോൺസ് വരട്ടെ എന്ന് കരുതി അറിയാവുന്നത് നിങ്ങൾക്ക് പറയാം. ഒന്നാമത്തെ ശാസ്ത്രജ്ഞൻ ബൈബിളുമായിട്ട് വളരെ ബന്ധപ്പെട്ടതായിരിക്കുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ജീവിച്ചിരുന്ന നാളുകളാണ് 1643 മുതൽ ഉള്ള കാലഘട്ടം. സർ ഐസക് ന്യൂട്ടൻ, അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം എന്താണ്? ഗ്രാവിറ്റിയെ കുറിച്ച് അദ്ദേഹം കണ്ടുപിടിച്ചു. 3 നിയമങ്ങളാണ് പ്രധാനമുള്ളത്. ആ നിയമങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഗലീലിയോ എന്താണ്? ഭൂമി ഉരുണ്ടതാണെന്ന് പ്രസ്താവിപ്പാനിടയായി തീർന്നു. അങ്ങനെ താൻ പ്രസ്താവിപ്പാനും നിരീക്ഷണങ്ങളൊക്കെ ചെയ്തതിൻ്റെ ഫലമായി തന്നെ കാതലിക് ചർച്ച് ബഹിഷ്കരിക്കുകയും തന്നെ ചർച്ചിന് പുറത്തുള്ള ഒരാളാക്കി തീർക്കുകയും ചെയ്തു. പക്ഷേ കാതലിക് ചർച്ച് റിപ്പൻ്റ് ചെയ്യേണ്ടി വന്നു, ദുഃഖിക്കേണ്ടി വന്നു. ശാസ്ത്രം പിന്നെ വേറെ പല പരീക്ഷണങ്ങൾ കൊണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കുവാനിടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം റിപ്പൻ്റ് ചെയ്തില്ല.
അദ്ദേഹത്തെ ഹോം പ്രിസണിലാക്കി, വീട്ടു തടങ്കലിലാക്കി. പടയാളികളൊക്കെ തനിക്ക് ചുറ്റും നിന്ന് ഒരു വീട്ടു തടങ്കലിലാക്കി കുറേ കാലം പാർത്തു. സഭയ്ക്ക് പുറത്താക്കി. അദ്ദേഹം ഒരഭിപ്രായം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ആ ശാസ്ത്രജ്ഞനെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് കാണാൻ കഴിയും. പക്ഷേ മതം തിരിച്ചറിഞ്ഞു ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന്. അവർ കൺഫസ് ചെയ്തു. ഗലീലിയോയ്ക്ക് കൺഫസ് ചെയ്യുവാൻ ഇടയായി തീർന്നില്ല എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കോപ്പർ നിക്കസ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഈ സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മൈക്കൽ ഫാരഡേ, അദ്ദേഹം എന്താ കണ്ടുപിടിച്ചെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മൈക്കൽ ഫാരഡേ നമ്മുടെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി, അതുപോലെ ഡെക്കാൻസെൽ, ഡ്രൈ സെല്ല് എന്നിന്റെ ആദ്യത്തെ രൂപം കണ്ടുപിടിച്ചു. ആദ്യമായിട്ട് മോട്ടർ, ഡൈനോമയും മോട്ടറും ഒരേ പ്രവർത്തനത്തിന്റെ വിപരീത കാര്യങ്ങളാണ്. ഡൈനോമയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് മോട്ടറിലുള്ളത്. മോട്ടറിന്റെ നേരെ എതിരാണ് ഡൈനോമയുള്ളത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് മോട്ടർ, ഡൈനോമ എന്നീ പ്രവർത്തനങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്ത ആളിനെ നിങ്ങൾക്ക് പ്രസിദ്ധമായ ആളാണ് ലൂയിസ് പാസ്റ്റർ. റാബീസ്, പേപ്പട്ടി വിഷബാധയിൽ ആന്റിബോഡീസ്, ആന്റി റാബീസ്. അതുപോലെ തന്നെ പ്രതിവിധി, ഒരു വിഷം ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മറ്റൊരു വിഷം കുത്തിവെച്ച് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന പോലെ, യേശു മരണത്തെ കൊണ്ട് ജയിച്ച പോലെ, വസൂരിയുള്ള ആയ പശുക്കളുടെ അകിടിൽ നിന്ന് എടുത്തതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ബാക്ടീരിയകൾ പ്രോസസ്സ് ചെയ്ത് സ്മോൾ പോക്സിൻ്റെ അതിനെതിരായിട്ടുള്ള പ്രതിവിധി കണ്ടുപിടിച്ചു. ചെറിയ പ്രായത്തിൽ സ്കൂളിലായിരുന്നപ്പോൾ നമുക്കറിയാമല്ലോ, അച്ചുകുത്തുകാർ വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഭയങ്കര പേടിയായിരുന്നു അന്ന്. അപ്പോൾ ഏതോ ഒരു ദ്രാവകത്തിൽ സാധനം മുക്കി കയ്യിലൊരു പാടുണ്ടാക്കും. അതിനുശേഷം പെട്ടെന്ന് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പേടിച്ച് എന്തെങ്കിലും ഇല കൊണ്ടൊക്കെ തുടച്ചു കളയും. തുടച്ചു കളഞ്ഞാൽ അതിന് പ്രതിവിധി ഒന്നുമില്ല. എന്നാൽ ചിലരുടെ അത് അവിടെ പഴുക്കുകയും പ്രതിവിധി ഉണ്ടാകുകയും അതിൻ്റെ പാടുകൾ നിങ്ങളുടെ ഒക്കെ പലരുടെയും കൈകളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ലൂയിസ് പാസ്റ്റർ, പിന്നെ വേറൊരു കാര്യം എന്താ ലൂയിസ് പാസ്റ്റർ കണ്ടുപിടിച്ചത്? പാസ്ചറൈസേഷൻ. ഓർമ്മയുണ്ടോ? പാലൊക്കെ കൂടുതൽ സമയം കേടുവരാതിരിക്കാൻ ഒരു നിശ്ചിത ഊഷ്മാവിൽ ഉയർത്തി ചൂടാക്കിയിട്ട് ഒരു നിശ്ചിത ഊഷ്മാവിൽ കൊണ്ടുവന്ന് തണുപ്പിച്ച് സൂക്ഷിച്ചു വെക്കാൻ കൂടുതൽ നാളുകൾ ബാക്ടീരിയ അതിനകത്ത് പ്രവർത്തിക്കത്തില്ല എന്നുള്ള ഒരു കണ്ടുപിടുത്തം അദ്ദേഹം കണ്ടുപിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ബാക്ടീരിയ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് ഒരു പഴയ തുണി എടുത്തിട്ട്, ഒരു അഴുക്ക് വരേണ്ട തുണി എടുത്ത് ഒരു ടംബ്ലറിൽ, ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് ഒരു ടംബ്ലറിലും ടൈറ്റായിട്ട് അടച്ച് വെച്ച് 30 ദിവസം കഴിഞ്ഞ് ആ പാത്രം തുറന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ ചെറിയ ചെറിയ ജീവികൾ പറന്നു പോകുന്നത് കാണാം. എന്താ കാര്യം? നിങ്ങളതിൻ്റെ അകത്ത് ഒന്നും ഇട്ടില്ല. ഈ തുണിയിൽ പറ്റിപ്പിരിച്ചിരുന്ന ചില ബാക്ടീരിയകൾ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ആയിരുന്നു. അത് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് തീർന്നു? അത് കീടങ്ങളായിട്ട് തീർന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് പറന്നു പോകുന്നത്. എന്നിട്ട് അദ്ദേഹം അതിൽ കൂടെ കണ്ടുപിടിച്ചു, ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ജനനം ഉണ്ടാകുന്നില്ല. പിന്നെയോ ബാക്ടീരിയ ഉണ്ടായിരുന്നുകൊണ്ടാണ് അതിൻ്റെ അകത്തുനിന്ന് പാറ്റകൾ, ചെറിയ ജീവികൾ പറന്നുപോയത്. അദ്ദേഹം അത് തെളിയിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഈ ചവണ്ട തുണികൾ, അഴുക്കുള്ള തുണികൾ വെള്ളത്തിലിട്ട് 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തിളപ്പിച്ചു സ്റ്റെറിലൈസ് ചെയ്തു. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആശുപത്രിയിലെ ഉപകരണങ്ങളും മറ്റുമൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം ആ തുണികൾ ഒരു പാത്രത്തിൻ്റെ അകത്ത്, ബാക്ടീരിയ ഇല്ലാത്ത ഒരു പാത്രത്തിൽ ഭദ്രമായി അടച്ച് 1 മാസമല്ല 2 മാസം, അതുപോലെ കൂടുതൽ നാളുകൾ വെച്ചു, തുറന്നു. അതിൽ നിന്ന് പാറ്റയോ അത് ജീവികളോ പറന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെടുക്കുന്ന ഓരോ ഈ പറയപ്പെടുന്നതായിരിക്കുന്ന ഈ ചെറിയ കടലാസ് തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒന്നും ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാനില്ല. പക്ഷേ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് നോക്കിയാൽ അത് കാണാൻ കഴിയും. അപ്പോൾ ലൂയിസ് പാസ്റ്റർ അത് കണ്ടുപിടിക്കാൻ ഇടയായി തീർന്നു എന്ന് നമുക്ക്
കാണാൻ കഴിയുന്നുണ്ട്. അത് ഫൗണ്ടർ ഓഫ് മൈക്രോബയോളജി, ഫെർമെൻറ്റേഷൻ മുതലായിരിക്കുന്ന പാല്, ബിയറ്, പിന്നെ വൈന് കൂടുതൽ നാളുകൾ സൂക്ഷിച്ചു വെക്കുവാൻ തക്കവണ്ണം അത് കാരണമായി തീർന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ജോഹാനസ് കൽപ്പർ അതുപോലെ തന്നെ അസ്ട്രോണമറാണ്. ജോഹാനസ് കൽപ്പർ എന്താ കണ്ടുപിടിച്ചത്? വാനഗോള ശാസ്ത്രജ്ഞൻ ആയിരുന്നു എന്ന് കാണാൻ കഴിയും. പിന്നെ ഗ്രിഗറിയെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഗ്രിഗറിയുടെ തിയറി, മെൻഡൽസ് തിയറി എന്താ? ജനിതക ശാസ്ത്രം, ജെനറ്റിക്സ്, ജനിതകശാസ്ത്രം. അതിൽ DNA അതിന് പറ്റിയുള്ള പഠനങ്ങൾ. അത് 139 സങ്കീർത്തനത്തിൽ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഇനിയുള്ള ഒരു ക്ലാസ്സിൽ DNA-യും 139 സങ്കീർത്തനത്തിലെ ജെനറ്റിക്സിൻ്റെ അകത്ത് 4 ആസിഡും ക്രോമസോമ്, അതിലെ 4 ആസിഡുകൾ, DNA, അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം വേദപുസ്തകത്തിൽ ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലായ്മയിൽ ഒരു ചെറിയ ക്ലോട്ട് DNA ആയിരുന്നപ്പോൾ ദൈവം സൃഷ്ടിച്ചതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ ലെവൻ ഹുക്ക് കണ്ടുപിടിച്ചത് എന്താണ്? ആ മൈക്രോസ്കോപ്പ്, ലെൻസ് എന്ന് കണ്ടുപിടിക്കുവാനിടയായി തീർന്നു. പിന്നെ നമുക്ക് സാമുവൽ മോഴ്സ്, എന്തുവാ മോഴ്സിൻ്റെ കോഡുണ്ടല്ലോ, എന്തോ കോഡാ? ടിക് 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 ഡാഷ് ഡാഷ് ടിക്. ടെലഗ്രാഫിൻ്റെ കോഡ് സാമുവൽ മോഴ്സ് ആണ് കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നത്. പിന്നെ ജെയിംസ് ഇർവിൻ ഈ ഭൂമിയിൽ അല്ല, മുകളിൽ നമ്മുടെ തലയ്ക്ക് മീതെ പോയി, നമ്മുടെ ചന്ദ്രനിൽ പോയി വണ്ടി ഓടിച്ച ആളാ, ശാസ്ത്രജ്ഞൻ. അങ്ങനെയുള്ള അപ്പോൾ ഇങ്ങനെയുള്ള ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാവരും തന്നെ ബൈബിൾ വിശ്വസിക്കുകയും ബൈബിൾ പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഒരിക്കൽ ചന്ദ്രനിൽ നിന്നുള്ള പാറക്കഷ്ണങ്ങൾ ചന്ദ്രനിൽ പോയി എടുത്തുകൊണ്ട് വന്ന ആ ഒരു ശാസ്ത്രജ്ഞൻ മാരാമൺ കൺവെൻഷനിൽ ഇത് കാണിച്ച് പ്രസംഗിക്കുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞ എന്താ? ഞാൻ ചന്ദ്രന് കാല് കുത്തിയതിൻ്റെ പേരെന്തായിരുന്നു? ഞാനങ്ങ് മറന്നുപോയി. ഇർവിനാണോ അതോ മറ്റാരോടാണ്? എനിക്കാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഞാൻ ചന്ദ്രനിൽ പോയതോ ചന്ദ്രന് കാല് കുത്തിയതോ ഈ കല്ലെടുത്തുകൊണ്ട് വന്നതോ അല്ല. അത്ഭുതം എന്താ? യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങളെ മോചിച്ചു. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിറക്കിൾ ഇൻ അവർ ലൈഫ്. ആമേൻ. അതിനേക്കാൾ വലിയൊരു അത്ഭുതമില്ല. പാപങ്ങൾ മോചിച്ചു തരാൻ ഒരു മെഡിസിനും നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിലോ ആരും ഉണ്ടാക്കിയിട്ടില്ല. അതില്ല. യേശുവിൻ്റെ രക്തത്തിനല്ലാതെ പാപമോചനത്തിന് വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. മന്ത്രങ്ങളോ കൂടോത്രങ്ങളോ അതുപോലെ 1000 വട്ടം മന്ത്രം പറഞ്ഞാലോ അല്ലെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന സഹസ്രബന്ധമോ അതിനുള്ളതായിരിക്കും പൂജകളോ നടത്തിയാലും എന്ത് ചെയ്യത്തില്ല? പാപമോചനം നടക്കുകയില്ല. പാപമോചനം ക്രിസ്തുവിൽ മാത്രം, കർത്താവിന് മാത്രം എന്നുള്ളതാണ്. അപ്പോൾ ബൈബിളിലെ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളുടെ മറയൊന്ന് നീക്കുക. ഒളിഞ്ഞു കിടക്കുന്ന ശാസ്ത്രത്തിൻ്റെ മറകൾ നമ്മൾ അല്പസമയം ഒന്ന് നീക്കി അത് പഠിക്കുമ്പോൾ മറ്റുള്ളവരോട് നിങ്ങൾ ബൈബിൾ ശ്രേഷ്ഠ ഗ്രന്ഥമാണെന്നും മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രത്യയശാസ്ത്രമല്ല എൻ്റെ കയ്യിരിക്കുന്ന ബൈബിളൊന്നും, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ അനാദികാലങ്ങൾക്ക് മുമ്പേ മറഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ മർമ്മം കാലസമ്പൂർണതയിൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തി കൊടുത്തു എഴുതിയത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നതും സംസാരിക്കുന്ന ഭാഷയിൽ നമുക്ക് തന്ന വചനമാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിനായിട്ടൊന്ന് സ്തുതിച്ചാട്ട്. എല്ലാവരും ഉണ്ടോ അവിടെ? സ്തോത്രം. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കയ്യിരിക്കുന്ന ഈ വചനം എൻ്റെ ഭാഷയിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുവാൻ ദൈവം ഇടയായി തീർന്നതിനാൽ ഞാൻ അധികം, അതുകൊണ്ടല്ലേ ഇതൊക്കെ പ്രസംഗിക്കാനും വായിക്കാനും ഇടയായ. അങ്ങനെ ഇല്ലെങ്കിൽ അത് സാധിക്കുമോ? ഞാൻ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ബൈബിളിനകത്ത് വളരെ മുന്നമേ പറഞ്ഞിരുന്നതും ഈ അടുത്ത കാലങ്ങളിൽ വെളിപ്പെട്ടതും കണ്ടുപിടിച്ചതുമായ ശാസ്ത്രീയ സത്യങ്ങളിൽ ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി. ഗോഡ് കോസ്ഡ് ഹിം എ ഡീപ്പ് സ്ലീപ്പ്. ആർക്കാ വരുത്തിയത്?
ആർക്കാ വരുത്തത്? ആർക്കാ വരുത്തത്? ആദമിന് വരുത്തി. വേദനയില്ലാത്ത ഒരു ഗാഢമായ നിദ്ര. അതിനാണ് മെഡിക്കൽ സയൻസിൽ ഓപ്പറേഷൻ സക്സസ് ആകണമെങ്കിൽ പേഷ്യന്റിന് എന്ത് ചെയ്യണം? ബോധം മറയണം എന്നുള്ളൊരു തത്വം കണ്ടുപിടിച്ചത് ഉൽപ്പത്തി 2:21. ഒന്ന് വായിച്ചേര്. നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഢനിദ്ര വരുത്തി, അവൻ ആ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. മതി. അപ്പോൾ ഒരു സർജറിക്ക് മുമ്പായിട്ട് രോഗിയെ ഗാഢനിദ്ര വരുത്തി ബോധം കെടുത്തണം. അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ ബോധത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ് ആ വാക്കിന്റെ, ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം. മടക്കി ബോധത്തിലേക്ക് വരുത്തുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ള ഒരു വാക്കും വേണമെങ്കിൽ എന്ന് പറയാം. അപ്പോൾ മനസ്സിന് 3 അവസ്ഥകളുണ്ടെന്നറിയാം. ഇപ്പം നമ്മളെല്ലാവരും ഇരിക്കുന്ന അവസ്ഥ ഏത് മനസ്സാ? സുബോധ മനസ്സ്. നമ്മളെല്ലാവരും കോൺഷ്യസ് ആണോ? എല്ലാവരും ആണോ? ആണല്ലോ. സുബോധം. നമ്മൾ ഉറങ്ങുമ്പോൾ എന്താകുന്നു? സബ് കോൺഷ്യൻസ്. എന്താണ്? ഉപബോധ മനസ്സ്. മനസ്സിന് 3 തട്ടുകൾ. ഇതിൻ്റെ അകത്ത് മനഃശാസ്ത്രമുണ്ട്, ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററി ഉണ്ട്, ഇതിൻ്റെ അകത്ത് ചില പൊളിറ്റിക്സ് വരും, ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയുന്നത്. അപ്പം മനഃശാസ്ത്രം അനുസരിച്ച് ഇതൊക്കെ കണ്ടുപിടിച്ച ആദ്യത്തെ മനുഷ്യൻ ആരാ? ഒരു യഹൂദനാ. ആരാന്ന് ഓർമ്മയുണ്ടോ? ആദ്യത്തെ അക്ഷരം എസ് ആ. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പേരിന്റെ സെക്കൻഡ് നെയിം എഫ് ആ. യഹൂദന. സിഗ്മൻ. ബാക്കി പറയാമോ? സിഗ്മൻ ഫ്രോയിഡ്. ഇതിനകത്ത് ബൈബിൾ മാത്രമല്ല പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് PSCക്കോ മുമ്പേ പറഞ്ഞ നേഴ്സിങ്ങിനോ ഒക്കെ വരാൻ ഉള്ള ചില ക്വസ്റ്റ്യൻസിന് ആൻസറും ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സിഗ്മൻ ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് മനസ്സിനെ പറ്റി ആധികാരികമായി ലോകത്തിന് പാഠങ്ങൾ എഴുതി കൊടുത്തതും തെളിയിച്ചതും. അദ്ദേഹം ആരായിരുന്നു? ഒരു യഹൂദനാണ്. ഐൻസ്റ്റൈൻ ആരായിരുന്നു? ഒരു യഹൂദനായിരുന്നു. യേശു ആരായിരുന്നു? ഒരു യഹൂദനായിരുന്നു. ലോകത്തെ ഭരിക്കുന്ന 3 യഹൂദന്മാർ. ഒരു യഹൂദനോടുണ്ട്. ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മാനദണ്ഡം ഈ സാമൂഹ്യ നീതി, സോഷ്യലിസവും കമ്മ്യൂണിസവും ഉണ്ടാക്കിയ കാൾ മാർക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന 4 യഹൂദന്മാരുടെ ശാസ്ത്രം. കാൾ മാർക്സ് പൊളിറ്റിക്സ്, മനഃശാസ്ത്രം സിഗ്മൻ ഫ്രോയിഡ്, മറ്റുള്ള ആപേക്ഷിക സിദ്ധാന്തം ആൽബർട്ട് ഐൻസ്റ്റൈൻ, ആത്മീയ ശാസ്ത്രം മനുഷ്യന്റെ മനസ്സിനെ മാനസാന്തരപ്പെടുത്തി സ്വർഗത്തിൽ കൊണ്ടുവന്ന ശാസ്ത്രം യേശു ക്രിസ്തു എന്ന യഹൂദൻ ആയിരുന്നു. ഇന്നും ആ കർത്താവ് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഇവിടെ ഒരു ഗാഢനിദ്ര ഒരു ശസ്ത്രക്രിയയ്ക്ക് മുമ്പേ ഉണ്ടാകണം. അതിനു മുമ്പേ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. ഈ ബോധം കെടുത്തൽ ഉണ്ടാകുന്നതിന് മുമ്പേ ശസ്ത്രക്രിയ എങ്ങനെയാ ചെയ്തത്? രോഗികളെ ചിലപ്പോൾ ഒരു ശസ്ത്രക്രിയ ശരീരം അറുത്തു മുറിച്ച് അതിൻ്റെ പഴുപ്പും ഒക്കെ എടുത്തു മാറ്റി അതിൻ്റെ എല്ലുകളിലെല്ലാം വല്ലതും ചെറിയതായിട്ട് വല്ലതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആൾ ജീവിച്ചിരിക്കുകയുള്ളെങ്കിൽ പച്ച മാംസത്തിൻ്റെ അകത്ത് ഡോക്ടർമാർ എന്ത് ചെയ്തു? മനസ്സോടെ മൃഗങ്ങളുടെയൊക്കെ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ വീട്ടിൽ മുറിക്കുന്ന പോലെ പച്ച മനുഷ്യ ശരീരത്തിൽ കീറുന്ന സന്ദർഭത്തിൽ ആ രോഗിയുടെ അലർച്ച, നിലവിളി, എത്ര പേരാണ് അയാളെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ഓർക്കണം. അങ്ങനെയുള്ള അവസ്ഥയിൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. ചിലർ മരിച്ചിട്ടുണ്ട്, ജീവിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയ്ക്ക് ഒരു ഭേദം വരുത്തേണ്ടതിനു വേണ്ടി ദൈവവചനം അതിന് മുഖാന്തരമായി. വചനമാണിത് മുഖാന്തരമായി തരുന്നത്. 1842 ഡ്രൈ ഈഥായിൽ ഈതർ ശസ്ത്രക്രിയയിൽ ഉപയോഗിച്ചു. അടുത്ത നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാം. വേണമെങ്കിൽ അത് കുറിച്ചെടുക്കാനുള്ളവർ കുറിച്ചും എടുക്കാം. നമ്മളിത് ഓർത്തിരിക്കണമെന്നില്ലല്ലോ. വേറൊരു ക്ലാസ്സിൽ ഇത് കിട്ടുകയുമില്ല. 1844 എന്താ ലാഫിംഗ് ഗ്യാസ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം കണ്ടുപിടിച്ചു. അതിന്റെ പേരെന്താ? നൈട്രസ് ഓക്സൈഡ്. വേദന കുറയ്ക്കാൻ ആദ്യമായിട്ട് ഒരു ഡെന്റിസ്റ്റ്, ദന്തവൈദ്യൻ, ബോസ്റ്റൺ, അമേരിക്കയിലെ ബോസ്റ്റണിൽ ഈതർ ഉപയോഗിച്ച് അനസ്തേഷ്യ ശ്വാസകോശത്തിൽ കൂടെ കൊടുത്ത് ആദ്യമായിട്ട് അനസ്തേഷ്യ ഈ പ്രപഞ്ചത്തിൽ തുടങ്ങിയത് 1846 ഒക്ടോബർ മാസം 16 തീയതിയാണ്.
ഇതിൻ്റെ അകത്ത് നേഴ്സുമാരൊക്കെ ഇരിപ്പുണ്ടല്ലോ. അതുകൊണ്ടാണ് ഒക്ടോബർ 16 മെഡിക്കൽ സയൻസിൽ എന്തായിട്ട് കൊണ്ടാടുന്നു? എന്തായിട്ട് കൊണ്ടാടുന്നു? അനസ്തേഷ്യ, കണ്ടോ? ലോക അനസ്തേഷ്യ ഡേ. ഇതൊന്നും വെറുതെ പറയാല്ല. യേശുക്രിസ്തുവിലും വേദപുസ്തകത്തിലും വിശ്വസിക്കാത്ത ആളോട് പറയണം, ഒക്ടോബർ 16 ആകുമ്പോൾ നിങ്ങൾ പറയണം, എന്തുകൊണ്ടാ ഇതാരാ കണ്ടുപിടിച്ചേ? ഇത് കണ്ടുപിടിക്കാനുണ്ടായ കാര്യം എന്താ? ഈ കൈ വിളിക്കുന്ന ദൈവവചനമാണ്. ഇതാരാ ആദ്യത്തെ ഡോക്ടർ? ഒന്നാമത്തെ സർജറി നടത്തിയത് ആരാ? യഹോവയായ ദൈവ. ഒന്നാമത്തെ ഓപ്പറേഷൻ തിയേറ്റർ ഏതായിരുന്നു? ഏതൻ പർദീസയായിരുന്നു. അവിടുത്തെ നേഴ്സുമാരായിരുന്നു, മാലാകമാരായിരുന്നു. സ്തോത്രം. അവരൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു. സ്തോത്രം. അവിടെ ഒന്നാമത്തെ സർജറി അവിടെ വിജയകരമായി പൂർത്തീകരിച്ചു. അങ്ങനെ കാലം തികഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് ഒരു മോനെ ഉള്ളായിരുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ മെഡിസിന് വിട്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് എന്ത് ചെയ്തു? ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ മിഷൻ ആരംഭിച്ചു. ആ കർത്താവ് എന്ത് ചെയ്തു? സകല രോഗികളെയും സൗഖ്യമാക്കി, കണ്ണു കാണാമത്തവർക്ക് സൗഖ്യമാക്കി. അതുമാത്രമല്ല, ചെവി പോക്കാത്തവർ, തൊണ്ടയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മുടെ കർത്താവ് കണ്ണ്, കാത്, തൊണ്ട, ഇത് മൂന്നും ചേർത്ത് ഡോക്ടർക്ക് എന്താ പറയാറുള്ളത്? 3 അക്ഷരം. ENT. യേശുവാരാ? നമ്മുടെ ENTയാ. ചെവി കേൾക്കാത്ത വയ്യാത്തവര്, കണ്ണ് കാണാൻ വയ്യാത്തവര്, സംസാരിക്കാൻ വിക്കുള്ളവര്, ഇതൊക്കെ മാറ്റി. അതുമാത്രമല്ല, ഒരിക്കലും എഴുന്നേൽക്കാത്ത നേർവെല്ലാം തളർന്നു കിടന്ന ഒരു മനുഷ്യൻ, മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ആ വാളിനെ എന്ത് ചെയ്തു? മകനേ, നിന്റെ പാപങ്ങളും. യേശുവാരാ? ന്യൂറോളജിസ്റ്റാ, ന്യൂറോയാ. കാല് വളഞ്ഞും പൊളഞ്ഞു വരുന്ന ആളുകൾ, എല്ലുകളുടെ ഡോക്ടറെ എന്താ പറയുക? ഓർത്തോ. സ്തോത്രം. അപ്പോൾ കർത്താവ് ആരാ? ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്. അതുമാത്രമല്ല, നമ്മുടെ കർത്താവ് അതുമാത്രമല്ല, സ്ത്രീകളുടെ പ്രത്യേക രോഗങ്ങൾ ഒക്കെ സൗഖ്യമാക്കുന്നത് ആയ ഡോക്ടറെ എന്താ വിളിക്കുന്നത്? ഗൈനി എന്നാണ് വിളിക്കുന്നത്. ആ ഗൈനി എന്നുള്ള പദം ഒരു ഗ്രീക്ക് പദമാണ്. യേശു സംസാരിക്കുമ്പോൾ ആ പദം ഉപയോഗിച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഗുനയി, സ്ത്രീയെ. ലൂക്കോസ് യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ അവിടെ യേശുവിൻ്റെ അമ്മ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോൾ യേശു ആ സ്ത്രീയെ വിളിക്കുന്ന എന്താ? സ്ത്രീയെ. ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. ആ ഗ്രീക്ക് ഭാഷയിൽ സ്ത്രീ എന്നുള്ളതിന് എന്താ കൊടുക്കുന്നത്? ഗുനയി. ഗുനയി എന്നുള്ളതിൽ നിന്നാണ് ഏത് വന്നത്? ഗൈനി. 12 വർഷത്തെ ബ്ലീഡിങ്, നിൽക്കാത്ത ബ്ലീഡിങ്. യേശു ആരാ? ഗൈനിയാ. പറയാൻ നോക്കിയാൽ ഒത്തിരി പറയാനുണ്ട്. സ്തോത്രം. കർത്താവിന്റെ ഹൃദയത്തിന്റെ ഡോക്ടറെ എന്താ വിളിക്കുന്നത്? കാർഡിയോളജിസ്റ്റ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിഭക്ഷണത്താൽ നിങ്ങൾക്ക് ഹാർട്ടിന് പ്രശ്നം വരും. ലൂക്കോസ് പറഞ്ഞു. ലൂക്കോസ് ഒരു വൈദ്യനാണ്. അതിഭക്ഷണം, ഉപജീവന ചിന്തകൾ, എന്താ? സ്ട്രെസ്. പിന്നെ ഗ്ലട്ടൺ, കൂടുതൽ ശാപ്പാടടിക്കുക, കൊളസ്ട്രോൾ കയറി അടിക്കും. പിന്നെ ഉപജീവന ചിന്തകളാലും നിങ്ങളുടെ ഹൃദയം എന്നാ പറയുന്നത്. ഹൃദയം എന്ത് ചെയ്യരുത്? ഭാരപ്പെട്ടു. ആ വാക്യം ഒന്ന് വായിക്കുന്ന നല്ലതാ. അപ്പോൾ ഈ അതിഭക്ഷണവും സ്ട്രെസ്സും മാനസിക സമ്മർദ്ദവും ഏതിനെയാ ബാധിക്കുന്നത്? ഹാർട്ടിനെയാ ബാധിക്കുന്നതെന്ന് ലൂക്കോസ് എന്നൊരു വൈദ്യൻ പറഞ്ഞു. യേശു അതിൻ്റെ വൈദ്യൻ്റെ നിങ്ങൾക്ക് എടുക്കാമോ? ഏത് വാക്യത്തില ലൂക്കോസ്? എടുത്തില്ല, ഞാൻ എടുത്ത് പറയാം. ലൂക്കോസിന് സുവിശേഷം 21 വാക്യങ്ങൾ കണ്ടുപിടിച്ച് പറഞ്ഞാട്ട്. ലൂക്കോസ് 21 ആദ്യം വായിക്കാം. പാസ്റ്ററെ, ഒരു സംശയം. ഹലോ പാസ്റ്ററെ. ഹലോ പാസ്റ്റർ, ഒരു സംശയമുണ്ട്. ഈ അതിഭക്ഷണത്താലാണോ ഹാർട്ടിന് കംപ്ലൈന്റുകൾ വരുന്നത്? കൊളസ്ട്രോൾ കയറുന്നത് എങ്ങനെയാ? ബാഡ് കൊളസ്ട്രോൾ മുഖാന്തരമല്ലേ? ഞാൻ ഡോക്ടർ എല്ലാവരും നമുക്കറിയാമല്ലോ. ബാഡ് കൊളസ്ട്രോൾ കൊണ്ട് പല പലത്തിലുള്ള ഭക്ഷണങ്ങൾ, നാരില്ലാത്ത ഭക്ഷണവും മറ്റുമൊക്കെ കൂടുതൽ ഭക്ഷണം ആന്നു ഹാർട്ടിനെ ബാധിക്കുന്നത്. അതിഭക്ഷണം, മിതമല്ലാത്ത അമിതമായ
നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം എന്തായിരിക്കണം? വിശക്കുന്നതിന് വേണ്ടി കഴിക്കുക, കഴിക്കുന്നതിന് വേണ്ടി നമുക്ക് വരുത്. മിതമായി കഴിക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ രോഗി, 3 നേരം കഴിക്കുന്നവൻ ഭോഗി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആവശ്യത്തിന് കഴിക്കുക, ജീവിക്കാൻ വേണ്ടി കഴിക്കുക, കഴിക്കേണ്ടതിന് വേണ്ടി ജീവിക്കരുത്. കൊതിയുള്ളതെല്ലാം വാങ്ങിച്ചു തിന്നല്ലേ, സോക്കേട് വിളിച്ചു വരുത്തും. അപ്പോൾ അമിതമായ ഭക്ഷണം, എടുക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്ത് ശരീരത്തിന് യോഗ്യമായിരിക്കുന്ന വിറ്റാമിൻ, മിനറൽസ് ഇത്രയും ഉള്ളതായ ജങ്ക് ഫുഡ് കഴിക്കുന്നതിൽ കൂടെയാണ് ഇത് വരുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്ക്. അപ്പോൾ അതൊന്ന് വായിച്ചോ, വാക്യം വായിച്ചു 21:34. നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണിയത് പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു. കെണി എന്ന് പറയുന്ന അറ്റാക്ക, അല്ലെങ്കിൽ പിന്നെ പമ്പിങ് നടക്കാതെ വരുമ്പോൾ ഓരോ ഞരമ്പുകളും ബ്ലോക്ക് ആകുക, അതിന് സ്റ്റെൻഡ് ഇടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എവിടെ പ്രശ്നം വരുന്നത്? ഹൃദയം. മെഡിക്കലി ഈ വാക്യം വളരെ കറക്റ്റാണ്. ഇവിടെ ഡോക്ടർമാർ, നേഴ്സുമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും. നിങ്ങൾക്ക് നിങ്ങളുടെ നേഴ്സസ് റൂമിൻ്റെ അകത്ത് ഒരു മെഡിറ്റേഷൻ നടത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു 10 മിനിറ്റത്തെ പ്രസംഗം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതെടുത്ത് വായിച്ചിട്ട് ഒരു ദൂത് പറയാം. എന്താ? നിങ്ങളുടെ ഹൃദയം 1 അതിഭക്ഷണം, 2 ഡ്രഗ്സ്, ആൽക്കഹോൾ, 3 സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി. സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി അടിച്ചു കയറുമ്പോൾ ഹെവിനെസ് ഉണ്ടാകും, ഹൃദയത്തിനൊരു ഹെവിനെസ് ഉണ്ടാകും, ഭാരമുണ്ടാകും, മനപ്രയാസം കൂടുതൽ വരും. അത് വന്നാൽ പെട്ടെന്ന് കണി പോലെ അറ്റാക്ക്, പെട്ടെന്ന് ചിലപ്പം സൈലൻ്റ് ആയിരിക്കും, അവിടെ നിൽക്കുന്നില്ല. എനിക്ക് അടുത്തതായിട്ട് സൈഡിലേക്ക് പോകേണ്ടതുണ്ട്. എന്തോ? അപ്പോൾ 1847 ക്ലോറോഫോം പിന്നെ കണ്ടുപിടിച്ചത്. ആദ്യമായിട്ട് ക്ലോറോഫോം ഉപയോഗിച്ചത് ഒരു പ്രസവം നടന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രത്തിൻ്റെ മദറായിരുന്ന ക്യൂൻ വിക്ടോറിയയ്ക്കാണ്. ബ്രിട്ടീഷ് ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് എന്തു കൊടുത്തത്? ക്ലോറോഫോം കൊടുത്ത് മയക്കി ആദ്യത്തെ പരിശോധന നടത്തിയത്. അപ്പോൾ ഗാഠനിദ്ര വരുത്തി. അത് അങ്ങനെയുള്ള ശരീരത്തിൽ പലതരത്തിൽ കൊടുക്കാം. നിങ്ങൾ നേഴ്സസൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ലോക്കൽ കൊടുക്കാം, കൊടുക്കരുതോ? റീജൻ കൊടുക്കാം, ജനറൽ അനസ്തേഷ്യ കൊടുക്കാം, പിന്നെ സെഡേഷൻ കുത്തിവെക്കാം, അല്ലേ? ശരിയല്ലേ? ആന്നു. ഇതെല്ലാം മെഡിക്കലായിട്ട് തെളിയിക്കപ്പെട്ട കാര്യമായിരിക്കുന്നതുകൊണ്ട് മനുഷ്യന്റെ ഗാഠനിദ്ര. ഇനി നോക്കൂ, വേൾഡ് അനസ്തേഷ്യ ഡേ ഒക്ടോബർ 16. ആ സ്ലൈഡ് ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ സൈറ്റിൻ്റെ അകത്ത് നിന്ന് എടുത്ത, എൻ്റെ തലച്ചോറിലുണ്ടായതല്ല, മെഡിക്കൽ. പിന്നെ അതിനോട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് CPR. ഈ CPR എവിടെ നിന്ന് വന്നു? വേദപുസ്തകത്തിൽ നിന്ന് വന്ന കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ. CPR കൊടുത്ത് എന്ത് ചെയ്യുന്നു? ആളുകളെ പെട്ടെന്ന് കൊടുക്കണം. ഈ നമ്മുടെ ബ്രെയിനൊക്കെ എത്ര മിനിറ്റ് കഴിയുമ്പം ചത്തുവും? ഹാർട്ട് നിന്നാലും എത്ര മിനിറ്റ് കൂടെ നിൽക്കും? മെഡിക്കലായിട്ടുള്ള അറിയാവുന്നവർ പറഞ്ഞോട്ടെ. 5 മിനിറ്റ് നിൽക്കത്തില്ലേ? നിൽക്കുമോ ലാലു പാസ്റ്റേ? ഇല്ലേ? 5 മിനിറ്റ്സ് എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തു കൊടുക്കുന്നു? ഇത് കൊടുക്കും. 2 രാജാക്കന്മാർ ആദ്യം ഏലിയാവ് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൽ നിന്നാണ് CPR കണ്ടുപിടിച്ചത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. എൻ്റെ ചർച്ചിൽ, ഞാൻ മിഡിൽ ഈസ്റ്റിൽ അബുദാബിയിൽ അലയിലായിരുന്നപ്പോൾ എൻ്റെ ചർച്ചിലെ അസിസ്റ്റൻ്റ് പാസ്റ്റർ, എന്നെ അസിസ്റ്റ് ചെയ്യുന്ന പാസ്റ്റർ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ഒരിക്കൽ അദ്ദേഹത്തിന് ഞാൻ പ്രസംഗിക്കാനിടയ്ക്ക് സമയം കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ടീം അവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വന്നു, അമേരിക്ക, കാനഡ മുതലായ രാജ്യങ്ങളിൽ. CPRൻ്റെ ഒരു പുതിയ കോഴ്സ് എടുക്കാനാണ് വന്നത്. വന്നപ്പോൾ ആ വെള്ളക്കാരായിരുന്നു അവർ വേദപുസ്തകത്തിൽ നിന്ന് വാക്യം വായിച്ച ആദ്യം, ഇത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, മനുഷ്യൻ്റെ തലച്ചോറിലുണ്ടായതല്ല,
ഇത് വേദപുസ്തകത്തിൽ വന്ന ഒരാശയമാണ് CPR എന്നൊരു ആശയം. ഏലിയാവിൻ്റെ കാലത്ത് അത് ഭാഗികമായിട്ട് ഏലിയാവ് ചെയ്തു. ഏലിശായുടെ കാലത്ത് തൻ്റെ ശിഷ്യനും അത് ചെയ്തു. 2 രാജാക്കന്മാർ 4:32 മുതൽ 35 വരെ ഒന്ന് വായിച്ചാട്ട്. എലീശ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിൽമേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിന്മേലും തന്റെ ഉള്ളം കൈ അവന്റെ ഉള്ളം കൈകൾ മേലും വെച്ച് അവന്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ്ണു കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. ഈ ദൈവദാസനായ എലീഷായുടെ ബോഡി വെയിറ്റ് ഒരു 150 140 പൗണ്ട് നമുക്ക് കണക്കാക്കാം. ഒരു 140 പൗണ്ടുള്ള ഈ മനുഷ്യൻ ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് വന്ന് കമന്നങ്ങോട്ട് കിടന്നപ്പോൾ ആ വെയിറ്റിൻ്റെ പ്രഷർ കൊണ്ട് ശരീരത്തിൻ്റെ ലങ്സിന് ഡയഫ്രം മൂവ് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല തൻ്റെ വായും കുട്ടിയുടെ വായും, അപ്പോൾ താൻ എടുക്കുന്നതും വിടുന്നതുമായ ശ്വാസോച്ഛ്വാസം കുട്ടിക്ക് സഹായമായി. അങ്ങനെ പല പ്രാവശ്യം ചെയ്തു. CPR എന്ന് പറയുന്ന ഈ പറയപ്പെട്ട കാർഡിയോ പൾമനറി റിസസിറ്റേഷൻ കണ്ടുപിടിക്കുവാൻ കാരണമായി തീർന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ പറയപ്പെട്ടതായ വാക്യത്തിൽ നിന്നാണെന്ന് എല്ലാ ഡോക്ടർമാരും സമ്മതിക്കുന്നു. ആകയാൽ ബൈബിളിൻ്റെ അകത്തില്ലാത്ത യാതൊരു ശാസ്ത്രവും ഇല്ല. സകല ശാസ്ത്രവും ഇതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇനിയും ഞാൻ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഉൽപ്പത്തി 1:1 ഞാൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ബൈബിളിലെ 1-ാമത്തെ വാക്യം മാത്രം മതി. ബൈബിൾ സയൻസിന് എതിരല്ല. സയൻസ് ബൈബിളിന്, ബൈബിൾ ഈസ് നോട്ട് കോൺട്രഡിക്റ്റ് ടു സയൻസ്. സയൻസ് ഈസ് നോട്ട് കോൺട്രഡിക്റ്റ് ടു ബൈബിൾ. ബൈബിളും സയൻസും പരസ്പര വിരോധമല്ല, പരസ്പര പൂരകമാണ്. ബൈബിൾ ശാസ്ത്രത്തിന് എതിരല്ല, ശാസ്ത്രം ബൈബിളിനെതിരല്ല എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒറ്റ വാക്യം മതി. 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിൻ്റെ 5 കാര്യങ്ങൾ, 5 ശാസ്ത്രത്തിൻ്റെ അകത്തെ 5 അടിസ്ഥാന തത്വങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശാസ്ത്രത്തിൻ്റെ 5 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് റിവീൽഡ് ബൈ ഗാഡ് ടു മോസസ് എന്ന മോശ എഴുതുന്നത്. യേശു ക്രിസ്തു ലോകത്തിൽ വരുന്നതിന് 1500 കൊല്ലത്തിന് മുമ്പ്. ഇന്നേക്ക് എത്ര വർഷമായി? അപ്പോൾ ഏകദേശം 3500 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഈ പഴഞ്ചൻ പുസ്തകം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന പുസ്തകത്തിൻ്റെ അകത്ത് 3500 കൊല്ലങ്ങൾക്ക് മുമ്പേ മോശയെ കൊണ്ട് ദൈവം എഴുതിച്ചു. ഗ്രന്ഥകർത്താവ് ദൈവമാണ്, മോശയുടെ ആശയമല്ല, പറഞ്ഞു കൊടുത്ത ദൈവമാണ്. മോശയെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചു. ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ സയൻസിൻ്റെ 5 ബേസിക് പ്രിൻസിപ്പിൾസ്. എന്താണ് ശാസ്ത്രത്തിൻ്റെ 5 ബേസിക് പ്രിൻസിപ്പിൾസ്? 1, ആൽബർട്ട് ഐൻസ്റ്റൈൻ അത് പറഞ്ഞിട്ടുണ്ട്. 1 ടൈം, 2 എനർജി, 3 സ്പേസ്, 4 മാറ്റർ, 5 ആക്ഷൻ അല്ലെങ്കിൽ മോഷൻ. ഇതല്ലാതെ ഒരു സയൻസ് ഇല്ല. ഇതല്ലാതെ ഒരു സയൻസ് ഇല്ല. ടൈം എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനായിട്ട് കണക്കാക്കുന്നു. 3rd ഡയമെൻഷൻ കഴിഞ്ഞ് 4th ഡയമെൻഷനായിട്ട് കാണുന്നു. നീളം എന്ന് പറയുന്ന ഒരു ഡയമെൻഷനാ, വീതി എന്ന് പറയുന്ന മറ്റൊരു ഡയമെൻഷനാ.
ഞാൻ എടുക്കുന്ന ഒരു കടലാസിൽ ഇതിൻ്റെ അകത്ത് ഈ പേപ്പറിൻ്റെ കനം, തിക്നെസ് ഒരു വാതകമല്ല. കാരണം ഇതിൻ്റെ തിക്നെസ് നമുക്ക് പറയാൻ കഴിയാത്രത്തോളം അത്ര മൈക്രോൺ എന്നാണ് പറയുന്നത്. മൈക്രോൺ. പേപ്പറുകളൊക്കെ GSM എന്ന് പറയും. പേപ്പറിൻ്റെ തിക്നെസ്സിന് പ്രിൻറ്റിങ്ങുമായിട്ട് പരിചയമുള്ളവർക്കറിയാം. നിങ്ങളൊരു മാസികയ്ക്ക് വേണ്ടി അകത്തുള്ള കടലാസിൻ്റെ GSM, നിങ്ങൾക്ക് പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ പറയണം എത്ര GSM, ഇതിൻ്റെ തിക്നെസ് മൈക്രോൺ. എന്നാൽ ആ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജ് അടിക്കുമ്പോൾ ഈ കനമല്ല, അതിനൊരു GSM ഉണ്ട്. ഇന്നത്തെ രീതി അനുസരിച്ച് ഒരു കവർ പേജിന് ഇതൊരു കാർഡ്ബോർഡാണ്, ഇതൊരു കവർ പേജ് ആണ്, ഒരു പുസ്തകത്തിൻ്റെ കവർ പേജായിട്ട് ഇടാവുന്നതാണ്. ഇതിന് 100 GSM ആണ്. എന്നാൽ ഇതിൻ്റെ അകത്തുള്ള പേപ്പറിന് 80-75 GSM ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു പേപ്പർ എടുത്താൽ നീളവും വീതിയുമാണ് കണക്കാക്കാൻ. എന്നാൽ ഈ പേപ്പറുകൾ ഒക്കെ ചേർത്ത് വെച്ച് ഒരു പുസ്തകം ഉണ്ടാക്കിയാൽ ഒരു മെഷർമെൻ്റ് കൂടെ ആകുന്നു. എന്തുകൂടെ ആകുന്നു? നീളം വീതി മാത്രമല്ല, എന്തുകൂടെ ആകുന്നു? കടലാസുകൾ കനമായി കഴിയുമ്പോൾ തിക്നെസ് ഉണ്ടാകുന്നു. നീളവും വീതി, മൂന്നാമത്തെ ഡിമെൻഷൻ, ഹൈറ്റ്. ഇതിന്, ഈ പുസ്തകത്തിന് നമുക്ക് ത്രിമാന സ്വഭാവം എന്ന് പറയാം. 3 ഡയമെൻഷനാണ്. ഈ കടലാസ് 2 ഡയമെൻഷനാണ്. ഒരു കടലാസിൽ ഒരു വര വരച്ചാൽ മോണോ ഡയമെൻഷനാണ്. വരയ്ക്ക് തിക്നെസ് ഇല്ല. എന്നും ബി എന്നും നിങ്ങൾ ഇട്ടു ഒരു ലൈൻ, ആ ലൈൻ മോണോ ഡയമെൻഷൻ, വീതിയില്ല ലൈനിന്. ഒരു പേപ്പർ നീളമുണ്ട് വീതിയുണ്ട്, തിക്നെസ് പറയാൻ പാടില്ല. ഒരു പുസ്തകം നീളമുണ്ട് വീതിയുണ്ട്, ത്രിമാനം, മൂന്നാമത്തെ മാനം ഹൈറ്റ്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ കണ്ടുപിടിച്ചു 4ാമത്തെ ഡൈമെൻഷനാണ് സമയം. അങ്ങനെ 5 ഡിമെൻഷൻസ്, 10 ഡിമെൻഷൻ കൂടുതലെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, നിങ്ങൾക്കുമില്ല. അതുകൊണ്ട് ശാസ്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയ ഘടകങ്ങൾ ആണ് സമയം. സമയം എന്ന് പറഞ്ഞാൽ എന്താ? ആദിയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്തോത്തിൻ്റെ ആദിയിൽ? ആർക്കെങ്കിലും പറയാമോ? ആദിയിൽ ദൈവം എന്ന് പറഞ്ഞു. എന്തോത്തിന്റെ ആദിയില്ല? ചോദ്യം. പ്രപഞ്ചത്തിന്റെ ആദിയിൽ. പിന്നെ വേറെ അഭിപ്രായം പറയാം. സൃഷ്ടിപ്പിന്റെ ക്രിയേഷൻ, സൃഷ്ടിപ്പിന്റെ ആദിയിൽ. അതും ഏറെക്കുറെ ശരിയാണ്. എന്നാൽ കുറച്ചുകൂടെ അടുത്തൊരു ആൻസർ ഞാൻ പറയാം, നിങ്ങൾക്ക് യോഗ്യമാണെങ്കിൽ അത് എടുക്കാം. സമയത്തിന്റെ ആദിയിൽ. സൃഷ്ടിപ്പിന്റെ ആദിയിൽ, പ്രപഞ്ചത്തിന്റെ ആദിയിൽ മാത്രമല്ല, എന്തിന്റെ ആദിയില? അതിനു മുമ്പേ സമയം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം സമയം ഉണ്ടാക്കുന്ന ആരാ? ആകാശത്ത് നിൽക്കുന്ന സൂര്യൻ. സോളാർ സിസ്റ്റം ഇല്ലെങ്കിൽ എന്തുമില്ല, സമയവും ഇല്ല. ഞാൻ പറഞ്ഞ ലോജിക്ക് ഇച്ചിരി ഫിസിക്സും കെമിസ്ട്രിയിലും കണക്ക് ശാസ്ത്രം ഇരിക്കുന്നവരിക്കണം. തിയോളജി ക്ലാസ് ഇരിക്കുന്നവരിരുന്നാൽ മനസ്സിലാകത്തില്ല. ഇതിനകത്ത് കുറെ ശാസ്ത്രമുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. ആദിയിൽ എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ ആദിയിൽ, ദ ബിഗിനിങ് ഓഫ് ടൈം. അതിനു മുമ്പേ ടൈം ഇല്ല. അപ്പൊ ടൈം ഇല്ലാത്ത ആ കാലഘട്ടത്തിന് നമ്മളൊരു പേര് പറയുമല്ലോ. മലയാളത്തിൽ 3 അക്ഷരമുണ്ട് അതിന്. നിത്യത. വെളിപ്പാട് പുസ്തകം കഴിയുമ്പോൾ ആകാശവും ഭൂമി ചുട്ടെരിഞ്ഞ് കഴിയും. കുഞ്ഞാട് തന്നെ ആയിരിക്കും ഈ പ്രകാശമൊക്കെ കൊടുക്കുന്ന. രാത്രിയില്ല. അതിൻ്റെ പേരെന്താ? നിത്യത. അപ്പോൾ 2 നിത്യതകളുണ്ട്. ഒന്ന്, പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു പ്രീ എറ്റേണിറ്റി, അൽഫാ യുഗം എന്ന് നമുക്ക് പറയാം. അന്ന് ആരുണ്ടായിരുന്നു? നമ്മളില്ല, പ്രപഞ്ചമില്ല. ആരുണ്ടായിരുന്നു? ആരുണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു. തെളിവുണ്ടോ? സമയത്തിനും കാലത്തിനും ഒന്നും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം എക്സിസ്റ്റ് ചെയ്തിരുന്നോ? ഈ തിയോളജിയുടെ ആദ്യത്തെ പാഠം 90-ാം സഹസ്രത്തിന് 1-ാം വാക്യം. പെട്ടെന്ന് വായിച്ചോട്ടെ.
പർവ്വതങ്ങൾ ഉണ്ടായതിന് ഭൂമി ആ, ദൈവമേ നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കും. പർവ്വതങ്ങൾ ഉണ്ടായതിനും കർത്താവേ, ഭൂമിയും നീ തലമുറ തലമുറയെ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ആ, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനും മുമ്പേ നീ നിർമ്മിക്കുന്നതിന് മുമ്പേ. അനാദിയായും അപ്പൊ ദൈവം ആരാ? ദൈവത്തിന് എന്തില്ല? സമയമില്ല. ആദിയില്ല. അതുകൊണ്ട് ദൈവത്തെ എന്ത് വിളിക്കാം? അനാദി. അനാദി. നിങ്ങൾക്കും എനിക്കും ഭൂമിക്കും ഈ കാണുന്നതിനും എല്ലാം ആദിയുണ്ട്. അനാദി. പിന്നെ അവസാനം നിത്യതയിലേക്ക് വരുന്ന ഒരു ശാശ്വതം. ഇംഗ്ലീഷ് ബൈബിളിൽ എന്താ പറയുന്നത്? ഫ്രം എറ്റേണിറ്റി ടു എറ്റേണിറ്റി. നിത്യത മുതൽ നിത്യത വരെ ഞാൻ ഇവിടേക്ക് വരികയാണ്. സമയത്തിൻ്റെ ആരംഭം. 2, ശാസ്ത്രത്തിൽ എന്ത് വേണം? എനർജി വേണം. ദൈവം എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം ബർഷിത്ത് എന്ന് പറയുന്ന പദമാണ് ബിഗിനിങ്. 2, എലോഹിം. എലോഹിം എന്ന് പറയുന്നത് ബഹുവചനമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ചേർന്ന ദൈവത്തെയാണ് ഏലോഹിം എന്ന് പറയുന്നത്. ഞാൻ ക്രിസ്റ്റോളജി നിങ്ങളോട് പറഞ്ഞു, സിംഗുലറായിട്ട് ദൈവത്തിന് ഏൽ എന്നാണ് പറയുന്നത്. ഇത് ബഹുവചനമാണ്. അപ്പോൾ തൃത്വമാണ് ഉൽപ്പത്തി 1:1. അതാണ് ആ ദൈവമാണ് സോഴ്സ് ഓഫ് എനർജി, സകല ഊർജത്തിൻ്റെ ഉറവിടമായ ദൈവം. 3, ശാസ്ത്രത്തിന് മൂന്നാമത്തെ സ്പേസ് വേണം. 4, ദ്രവ്യമല്ല പിണ്ഡം, മാറ്റർ വേണം. ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ട്? മാറ്ററിന് എത്ര അവസ്ഥയുണ്ട്? 3 അവസ്ഥ. കരം അല്ലെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ സോളിഡ്. 2 എന്തുവാ? ദ്രവം. ഇംഗ്ലീഷിൽ ലിക്വിഡ്. മൂന്നാമത്തേത് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ബാഷ്പം. ഇത് 3 അവസ്ഥയുണ്ട്. വെള്ളം, കരമുണ്ട്, ദ്രവമുണ്ട്, ബാഷ്പമുണ്ട്. എന്നാൽ സയൻസ് 4ാമത്തെ ഒരു ലെവലൂടെ കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് പ്ലാസ്മ എന്നാണ്. പ്ലാസ്മ. 3 അവസ്ഥകളല്ല, പ്ലാസ്മ എന്നാണ് അതിന് പറയുന്നത്. ആ പ്ലാസ്മ ഉണ്ടാകുന്നത്, മിന്നൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് പ്ലാസ്മയാണ്. തീ പോലെ ഇരിക്കും. സൂര്യൻ്റെ അകത്തെ മുഴുവനും കത്തുന്നത് തീയല്ല. അതെന്താ? പ്ലാസ്മയാണ്. തീയേക്കാൾ വ്യത്യസ്തമായ ഒരു പദാർത്ഥം. കൃത്രിമമായി പ്ലാസ്മ ഉണ്ടാക്കാം. ചില ടി വികളിൽ എഴുതുമല്ലോ, പ്ലാസ്മയാണ് അതിൻ്റെ സ്ക്രീനിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്. 2 ഇലക്ട്രോഡുകൾക്കകത്തൂടെ 1500 മുതൽ 2000 വാട്ട്സ് വരെ കടത്തിവിട്ടാൽ ആ 2 ഇലക്ട്രോഡ് അടുത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു തീ പോലെ കാണും. അതാ പ്ലാസ്മ. കൂടുതൽ നിങ്ങൾ ശാസ്ത്രത്തിലേക്ക് വലിച്ചഴിക്കുന്നില്ല, തലവേദന എടുക്കും. ഞാൻ എൻ്റെ ചിന്തയുടെ അവസാനത്തിൽ വരെ. അപ്പോൾ ഈ സയൻറ്റിഫിക് 4ാമത്തെ അവസ്ഥയുണ്ട് എന്ന് കാണാൻ കഴിയും. ഇനിയും ആകാശം. ഇംഗ്ലീഷിൽ എന്താ? ആകാശങ്ങൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ആന്നോ? ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങളുടെ അതിൽ നോക്കൂ. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ്. ഹെവൻസ് ആ കറക്റ്റ്. അപ്പോൾ ആകാശം എത്ര ഉണ്ട്? 3 ഉണ്ട്. എന്താ? ഷമീം, ബഹുവചന. 1 മേഘമണ്ഡലം, മുകളത്തെ. ആ മേഘമണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ വരും. നമ്മളെ ഫ്ലൈറ്റൊക്കെ അതിൻ്റെ അകത്താണ് പറന്നു പോകുന്നത്. വായു അത്രേ ഉള്ളൂ. വായു ഇല്ലാത്ത സ്പേസിന് എന്തോ പറയും നമ്മൾ? എന്തോ ആകാശം എന്നാ? ശൂന്യാകാശം. സ്പേസ്. അവിടെ വായു ഇല്ല. അവിടെ റോക്കറ്റ് അതിൽ നിന്ന് മുകളിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ 2ാമത്തത് സോളാർ സിസ്റ്റം. ആ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെയാണ് ആരിയ്ക്കുന്നത്? പറഞ്ഞാട്ടെ, ആരിയ്ക്കുന്നേ? ലൂസിഫറാണ്. ഞാൻ നക്ഷത്രമണ്ഡ നിങ്ങൾ വലിയ തിയോളജി ഒക്കെ പഠിച്ചവരാണല്ലോ. ലൂസിഫർ. ഞാൻ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ ലൂസിഫർ. മീതെ ലൂസിഫർ അല്ലേ? അതെ, ഞാൻ നക്ഷത്രങ്ങൾ മീതെ ലൂസിഫർ. ലൂസിഫർ അത് പറഞ്ഞത്. പക്ഷെ സ്വർഗത്തിൽ ഇരിക്കുന്നത് ആരാ? ദൈവമാണ്. അപ്പൊ നക്ഷത്രമണ്ഡലങ്ങൾക്ക് മീതെ ഈ ലൂസിഫറിന് പോലും പോകാനൊക്കത്തില്ല. ഇവിടുന്ന് എത്ര ശക്തിയുള്ള റോക്കറ്റ് വിട്ടാലും ചന്ദ്രനോ ഈ ചൊവ്വയോ അല്ലെങ്കിൽ മറ്റു പലയിടത്തും പോയെന്ന് വരാം. എവിടെ പോകാനൊക്കത്തില്ല. അത് കഴിഞ്ഞ് ഒരു ഡാർക്ക് സ്പേസാ. അതിനെ എക്സോസ്ഫിയർ എന്ന് പറയും. PSCക്ക് വരുന്ന ക്വസ്റ്റ്യനാണിത്.
ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ വിധാനം, ആകാശത്തിനും ഭൂമിക്ക് ഇടയിലുള്ള സ്പേസിന് ഫയർമെൻ, അതിന് പറയുന്ന എത്ര അടുക്കുകളാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ച്? ട്രോട്ടോസ്പിയർ, സ്റ്റാറ്റോസ്പിയർ, മെസോസ്പിയർ, തെർമോസ്പിയർ, ഏറ്റവും 5-ാമത്തെ ലെയറാണ് എക്സോസ്പിയർ. അതിനപ്പുറത്താണ് സ്വർഗാദി സ്വർഗം. പ്രിയമുള്ളവരെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്തരം കാര്യങ്ങൾക്ക് വ്യക്തമാണെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അപ്പോൾ ഇനിയും ഈ പ്രപഞ്ചത്തിൻ്റെ 5 നിയമങ്ങൾ, ഇനി ഒരു കാര്യം കൂടി ഞാൻ തുടങ്ങി വെച്ചിട്ട് ബാക്കി അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത സ്ലൈഡ് തുടങ്ങി വെക്കുകയാണ്. ഈ ഭൂമിയെ ആരാണ് കൈകളിൽ വഹിച്ചിരിക്കുന്നത്? ഹിന്ദു വേദങ്ങൾക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പ്രപഞ്ചം ആരുടെ തോളയില? 3 ചിന്തകളുണ്ട്. ഒന്ന്, തോളയിൽ ഒരാളിങ്ങനെ എടുത്തോണ്ട് ഇപ്പോട്ടില്ലേ, അയാളുടെ പേരെന്നാ? ഗ്രീക്ക് ദേവനാ, മിത്ത, സങ്കല്പ, ഗ്രീക്ക് മിതോളജി. ആരാ? ആദ്യത്തെ അക്ഷരം ഏയാ? താങ്ക് യു. നിങ്ങൾ കണ്ടോ പടത്തിൻ്റെ അകത്ത്? ഞാനിതൊക്കെ എവിടുന്നേലൊക്കെ തപ്പിപ്പിടിച്ച് നിങ്ങൾ ഓർക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക. ഗ്രീക്ക് പുരാണത്തിൽ അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു ദേവത, സ്വർഗത്തിൻ്റെയും ആകാശത്തിൻ്റെ മുഴുവൻ ഭാരം വഹിക്കാൻ സിയൂസ് എന്ന് പറയുന്ന തൻ്റെ മുകളിലുള്ള ഒരു ദേവത തനിക്കൊരു ശിക്ഷ കൊടുത്തതാ. കണ്ടോ നിൽക്കുന്നേ? ഈ താങ്ങിക്കൊണ്ട് നിൽക്കുക. എപ്പോഴാ ഭൂമി കുലുക്കം വരുന്നതെന്ന് അറിയാമോ? ഈ ദേവന് വളരെ നേരം ഇത് തോളെ തൂക്കിക്കൊണ്ട് പുള്ളി ദേവനാണെങ്കിലും എന്തോ വരും, ഈ പെടലിക് റെസ്പോണ്ടന്റ്, അത് വേദന വരുമ്പോ എന്ത് ചെയ്യും? പുള്ളി എടുത്ത് എന്ത് ചെയ്യും? ഒന്ന് മാറ്റി ഒന്ന് വെക്കും. അന്നേരം എന്തുണ്ടാകുന്നേ? ഭൂമിയിലൊക്കെ ഉണ്ടാകുന്ന എവിടെ എഴുതി? വേദങ്ങളിൽ എഴുതി. വേദപുസ്തകത്തിൽ എഴുതിയോ? ഇല്ല, എഴുതിയില്ല. പിന്നെ കാണാൻ കഴിയുന്നുണ്ട്, ഒരു സർപ്പത്തിന്റെ മുകളിലാ. കണ്ടോ? ആ സർപ്പത്തിന്റെ പേരെന്താ? അനന്തൻ. കണ്ടോ? അതിന്റെ പണത്തിന്റെ മുകളിലാണെന്ന് ഭൂമി. ചുമ്മാതി ഞാൻ പറയല്ല, ഉണ്ടാക്കി പറയല്ല. അങ്ങനെയാണ് വേദങ്ങൾ പറയുന്നത്. ഗ്രീക്ക് മിത്തോളജി, ഇന്ത്യൻ മിത്തോളജി പറയുമ്പോൾ ഈ വചനം കൂടെ വായിച്ചിരുന്നു. യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 7-ാം വാക്യം. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തികത്തിന്മേൽ തൂക്കുന്നു. എന്താ? ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. He stretched out the northern realm and the empty. ശൂന്യതയില്ല. ഭൂമി നിൽക്കുന്നവരാ, ഒരു തൂണില്ല. അച്ചുതണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയ? ഇരുമ്പാന്നോ അതോ പ്ലാറ്റിനമാണോ ഉരുക്കാന്നോ? അച്ചുതണ്ട് ഭൂമിയുടെ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുമ്പോൾ സാറ് ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കുമ്പോൾ, ജിയോളജി ഒക്കെ പഠിപ്പിക്കുമ്പോൾ സാറ് കൊണ്ടൊരു സാധനം വെക്കുമല്ലോ, അതിനൊരു തണ്ടുണ്ടല്ലോ. അതിനെന്താ പറയുന്നത്? അച്ചുതണ്ട്. ആ അച്ചുതണ്ട് ഭൂമിക്ക് ഒരു അച്ചുതണ്ട് ഉണ്ടോ? ഇല്ല. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കി വെച്ചിരുക. അച്ചുതണ്ട് സങ്കല്പമാണ്. അപ്പൊ അച്ചുതണ്ട് ഇല്ലെങ്കിൽ എവിടാ ഇതിനെ താങ്ങിയിരിക്കുന്നേ? എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. എന്നിട്ട് വാക്കിയോട് വായിച്ചു നിർത്താം. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് വചനം കൊണ്ടാണ്. മതി. ഉണ്ടാക്കിയത് ഏതാ? വചനത്താലാ. വഹിക്കുന്നതോ? വചനത്താൽ. കണ്ടോ? കർത്താവിന്റെ വചനത്താൽ വഹിക്കുന്നവനാ. ഞാൻ ആ വാക്യം ഇവിടെ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് വായിക്കണ്ട. യെശയ്യാ 40:12. തൻ്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം
അളക്കും. തൻ്റെ ഈ ചാണെന്ന് പറഞ്ഞാൽ ഇതാ സ്പാൻ. ആകാശത്തിന്റെ മെഷർമെന്റ് എടുക്കും. ഭൂമിയിലെ പൊടി തമ്പുരാന്റെ നാഴിയിൽ കൊള്ളിക്കും. പർവ്വതങ്ങൾ തൂക്കുന്ന ഒരു സാധന, വെള്ളിക്കോല്. കുന്നുകൾ തുലാസ് കൊണ്ടും തൂക്കുകയും ചെയ്യുന്നവൻ ആരാ? സ്തോത്രം. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മെയും പ്രപഞ്ചത്തെയും ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. രാജാക്കന്മാരെയും ഈ പ്രപഞ്ച ശക്തികളുടെയും എല്ലാം പിൻപിൽ എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരമായ വലിയ കരത്തിൻ്റെ ഉള്ളിൽ നിങ്ങളും ഞാനും ആ കരത്തിനുള്ളിൽ സുരക്ഷിതരാണ്. ആ കരത്തിൻ്റെ ഉള്ളിൽ സുരക്ഷിതരാണ്. ആ വലിയ കരമാണുള്ളത്. ഇന്ന് പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുക. ഒന്നുകൂടി ഞാൻ സ്ലൈഡ് ആവർത്തിക്കുന്നു നിർത്തുന്നതിന് മുമ്പ്. ശാസ്ത്രം കണ്ടുപിടിച്ച സത്യങ്ങൾ മുന്നമേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ബൈബിൾ നിസ്തുല്യമാണ്, വിശ്വസനീയമാണ്, ശ്രേഷ്ഠമാണ് ഈ നൂറ്റാണ്ടിലും എന്ന് കാണാൻ കഴിയും. സകല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിരിക്കുന്ന സകല ശാസ്ത്രശാഖകളിൽ കൂടെയും വേദപുസ്തകം സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനിയും തെളിയിക്കുവാനും പ്രയാസമില്ല. ഉൽപ്പത്തി 1:1 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സയൻസ് BC 1500 മോശയെ കൊണ്ട് പറയിച്ച സത്യം 21-ാം നൂറ്റാണ്ടിൽ സത്യമാണ് എന്ന് പറയുന്നു. ആമേൻ. വേദത്തിൻ്റെ അകത്ത് CD കണ്ടുപിടിച്ചിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുവെന്ന് പല ആളുകൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ. CD സുദർശന ചക്രം അത് വേദത്തിൻ്റെ അകത്ത് പറഞ്ഞ. പ്ലാസ്റ്റിക് സർജറി വേദത്തിൻ്റെ അകത്ത് പറഞ്ഞ. അതാണ് ഗണപതിയുടെ തല, ആനയുടെയും മനുഷ്യൻ്റെ. പ്ലാസ്റ്റിക് സർജറി പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേദങ്ങളും ശരിയാണെന്ന്. വേദപുസ്തകമാണ് ശരി. ഒരു തരത്തിലും ആമേൻ വേദത്തിന് തുല്യമായി ഒന്നുമില്ല. അതുകൊണ്ട് അത്രേ പാട്ടിൻ്റെ അകത്ത് പറയുന്നത്, തേനിലും മധുരം വേദമല്ലാദ്യം ഏതുണ്ടു ചൊൽ തോഴാ, തേനിലും മധുരം വേദമല്ലാദ്യം ഏതുണ്ടു ചൊൽ തോഴാ, നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ, നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകൻ തോഴാ. നെഞ്ചോട് ചേർക്കാം. തേനിലും മധുരം, സത്യം. ഒരു കളങ്കമില്ലാത്ത ഇതുപോലൊരു വചനമില്ല, ഇതുപോലൊരു യേശുവില്ല, ഇതുപോലൊരു ദാതിയില്ല. ഇതിനെ സ്നേഹിക്കുവാൻ നമുക്കിടയായി സ്തുതിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ മഹത്വം. പാസ്റ്റർ, ഒന്നാമത്തെ സ്ലൈഡ് ഒന്നും ഇട്ട് കാണിക്കുമോ? ആദ്യത്തെ ഞാൻ 10 മിനിറ്റ് ലേറ്റായിട്ടാണ് കയറിയത്. ഓക്കെ. സ്തോത്രം. ഒന്നാമത്തെ സ്ലൈഡ്. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ E=mc² എന്ന് കണ്ടുപിടിച്ച ആറ്റം ബോംബ് ഭൂമിയിൽ ഇടാനിടയായി തീർന്ന സെക്കൻഡ് വേൾഡ് വാറിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള സൂത്രവാക്യം കണ്ടുപിടിച്ച മഹാൻ ബൈബിൾ വിശ്വസിച്ച വ്യക്തിയായി. ഓക്കെ, താങ്ക് യു. ഓക്കെ. God bless you. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് ആയിരുന്നു. ദൈവം കൊടുത്തിരിക്കുന്ന നല്ല ജ്ഞാനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കർത്താവിൻ ദാസൻ കഷ്ടപ്പെട്ട് ഇതുപോലൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ഇല്ലാത്ത ദൈവം സഹായിക്കുന്ന എല്ലാ വഴികൾക്കായും സ്തോത്രം. ഇതുപോലൊക്കെ പഠിക്കുവാനും ഒക്കെ ദൈവം തരുന്ന നല്ല സാഹചര്യങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കത്തോടെ ഇത് പഠിക്കുന്നവർക്കായും ദൈവത്തിന് സ്തോത്രം. പ്രായമായവർക്കൊക്കെ ഇച്ചിരി തലേ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും നിങ്ങൾ കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ അവസാനമായി പ്രാർത്ഥിച്ചാണ്.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. ക്രിസ്തയേശുവിൽ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാ നല്ല ദൈവമേ, നല്ല ആ സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ കർത്താവെ. മറഞ്ഞിരുന്ന മർമ്മങ്ങളെയൊക്കെയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. മറിഞ്ഞിരിക്കുന്നതൊക്കെയും വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തീകരിച്ച് വെളിപ്പെടുത്തിയ ഹല്ലേലൂയ. അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അതൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അനേകർക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒന്നും ഒഴുകിപ്പോകാതെ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഹല്ലേലൂയ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങൾക്ക് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു വന്ന ഹല്ലേലൂയ വചനം പഠിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. ഇതിന്റെ ഹല്ലേലൂയ സ്തോത്രം ലീഡ് ചെയ്യുന്ന ദാസനെ കർത്താവ് ശക്തീകരിക്കുമാറാകണമേ. പഠിപ്പിക്കുന്ന ഹല്ലേലൂയ സകല അധ്യാപകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓരോരുത്തരുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന്റെ ചിറകൻ മറവിൽ എല്ലാവരെയും മറച്ചുകൊള്ളുമാറാകണമേ. പിന്നെ അടിയങ്ങൾ കണ്ടുമുട്ടുവരെയും കർത്താവ് എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനത്ത് കാത്തു പരിപാലിക്കുമാറാകണം. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയം തന്ന ദൈവത്തിന് ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. എല്ലാവർക്കും നന്ദി. നാളെ അവധിയാണല്ലോ. തിങ്കളാഴ്ച വൈകിട്ട് വീണ്ടും കാണാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തിങ്കളാഴ്ച വൈകിട്ട് PG മാത്യു സാർ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത്. പാസ്റ്റർ സാക് വറീസ് എവിടെയോ യാത്രയിലാണ്. അതുകൊണ്ട് തിങ്കളാഴ്ചത്തെ ക്ലാസ് വെള്ളിയാഴ്ച സാക് വറീസ് എടുക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഗുഡ് നൈറ്റ്. താങ്ക് യു.